എം ടി ആണ് ഒരു പുസ്തകം. എം ടി എഴുതിയ പുസ്തകങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ താളുകൾ എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൽ നിന്നും പറിച്ചെറിഞ്ഞ ഓരോ താളുകളാണ് ഓരോ പുസ്തകവും. വാസുവിനെ പറ്റി ഞാൻ പലപ്പോഴും കേട്ടത് ആദ്യം ചിരിക്കില്ല, പറയില്ല, സംസാരിക്കില്ല, ഒന്നുമല്ല. വാസുവിൻ്റെ ഒരു അസാധാരണമായ സ്നേഹമുള്ള ഒരാളാണ് ഉള്ളിൽ. അത് അങ്ങനെ ആ സമയത്തേ വരുള്ളൂ. 1 മുതൽ 0 വരെ എന്ന് പറഞ്ഞ കഥ സിനിമയായി മാറിയ കഥ ആലോചിക്കുമ്പോൾ മനസ്സിലേക്ക് വന്നത്, എൻ്റെ വീട്ടിൻ്റെ കിഴക്കേ മുറി എന്ന് പറഞ്ഞൊരു മുറിയുണ്ട്. ആ മുറിയുടെ വാതിൽ തുറന്നിട്ടൊരു ചാരുകസേല ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവ മുൻപിൽ ഒരു ഇടവഴിയുണ്ട്. ആ ഇടവഴിയിലൂടെ ഒരു അമ്മയും കുഞ്ഞും കൂടെ നടന്നു വരുന്നത് ഞാൻ കണ്ടു. ആ അമ്മയിൽ നിന്നും കുഞ്ഞിൽ നിന്നാണ് എനിക്ക് ആ 2 കഥാപാത്രങ്ങൾ കിട്ടിയത്. പക്ഷെ അങ്ങനെ ആരും വന്നിട്ടില്ല. അത് ഞാൻ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് കത്ത് വന്നു, കുഞ്ഞുണ്ണി മാഷിലെ ഒരു കാർഡിൽ തന്നോടാരാ പെൻസിൽ കൊണ്ട് എഴുതാൻ പറഞ്ഞത്. പിന്നെ എന്തിനാ 2 ഭാഗത്തും എഴുതിയത് കടലാസിൻ്റെ. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ മാതൃഭൂമിയിലെ ബാലഭക്തിയിൽ എൻ്റെ കഥയുണ്ട്. അച്ഛനറിയത്. അച്ഛനെങ്ങനെ കൈ നീട്ടിയിട്ട് എന്നെ അവിടെ കിടത്തി. അപ്പോൾ അച്ഛനടുത്ത് ഞാനും ചിരിഞ്ഞ് കിടക്കുക, സുഖമായിട്ട് കിടക്കണം ഈ മാതൃഭക്തിക്ക്. അച്ഛൻ പതുക്കെ പറഞ്ഞു, ഒരിക്കലും അഹങ്കരിക്കരുത്. അതാണ് അച്ഛൻ്റെ ആദ്യത്തെ കമൻറ്റ്, അഹങ്കരിക്കരുത്. അതുപോലെ പണ്ടൊക്കെ ഞാൻ എഴുതുമ്പോഴൊക്കെ ഇങ്ങനെ എഴുതി തീരാൻ വേണ്ടി കാത്തു നിൽക്കും. വീട്ടിൽ ഏട്ടൻ, എൻ്റെ അനിയത്തി, ഇവരൊക്കെ പേപ്പർ എഴുതി വെച്ച് അപ്പം നിന്ന് എടുത്തു കൊണ്ടുപോകും. ഈ ചൂടോടെ ദോശയൊക്കെ അമ്മ അടുക്കളയിൽ നിന്ന് പേപ്പറിലേക്ക് വാങ്ങുന്നത് എടുത്തുകൊണ്ടിട്ട് വായിച്ചിട്ട് കൊണ്ടുപോയി അവിടെ വയ്ക്കും. അപ്പോൾ ആദരവോടെയാണ് വയ്ക്കുക. ഞാനിങ്ങനെ എഴുതുന്നുണ്ടോ, മാതൃഭൂമിയിൽ പോയി പൈസ ചോദിക്കാന്നൊക്കെയുള്ള മടി അങ്ങനത്തെ ഒന്നും എനിക്കില്ല. എനിക്ക് അങ്ങനത്തെ ഒരു ചിന്തയും വരില്ല. അഭിമാന പ്രശ്നമല്ലേ അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ കാര്യം നടക്കുക എന്നുള്ളതാണ്. ഇപ്പോഴും ചില ആൾക്കാരൊക്കെ എന്നെ വിളിക്കും, സാറിനെ ഒന്ന് കാണാൻ പറ്റുമോ ചോദിക്കും. ഞാൻ എല്ലാവരോടും വിളിക്കുന്നതും കാണാൻ അവസരം കൊടുക്കുന്നതൊക്കെ ഈ ഒറ്റ കാരണം കൊണ്ടാണ്. എനിക്കറിയാം അതിൻ്റെ പിറകിലുള്ള വികാരം എന്താണെന്നുള്ളത്. ഈ വാസുവിൻ്റെ നേരെ അടുത്തേക്ക് വന്നിട്ട് എൻ്റെ തോളിൽ കൈ വെച്ചിട്ട് എന്നോട് പറഞ്ഞു, മൂത്ത ജ്യേഷ്ഠനായിട്ട് കാണാം. അതെന്തിനാ അദ്ദേഹം പറഞ്ഞ എനിക്കറിയില്ല. ഒരുപക്ഷെ എന്തോ ഒരു വാത്സല്യമായിരിക്കാം എന്നോട്. എഴുത്തുകാരൻ, നടൻ, സംവിധായകൻ, ഇതിൽ ഏതാണ് മികച്ചു നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പ്രേക്ഷകർ പറയും 3. എങ്ങനെയാണ് സ്വയം ഒരു വിലയിരുത്തൽ? എഴുത്തുകാരൻ, നടൻ, സംവിധായകൻ. എനിക്കൊന്നും സത്യത്തിൽ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. അത് ഒന്ന്, ആദ്യം ഞാൻ എഴുതി, പിന്നെ സംവിധായകനായി പടം ചെയ്തു, പിന്നെ അഭിനയിച്ചു. പ്രത്യേകിച്ച് ഒരു ഒന്നും ഏതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഏറ്റവും രസികത്വം തരുന്നത് എന്നൊന്നും എനിക്ക് അറിയില്ല വാസ്തവത്തിൽ. അതാണ് സത്യം. ഇനി ചോദ്യത്തിൻ്റെ ഒരു ഉത്തരത്തിനായിട്ട് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. സത്യസന്ധമായിട്ട് പറയണമെങ്കിൽ എഴുതുന്നത് ഒരു പ്രോസസ്സ് അങ്ങനെ സംഭവിച്ചതാണ്. അല്ലെങ്കിൽ എഴുത്തുകാരനാവാനോ അങ്ങനെയൊന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല, ഒരിക്കലും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നില്ല ആരുടെയെങ്കിലും മനസ്സിലങ്ങനെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. എഴുത്തുകാരനാവാൻ വേണ്ടി എഴുതുക അങ്ങനെ സാധിക്കില്ല. അതങ്ങനെ വരുന്നത് എന്തോ ഒരു പ്രോസസ്സ് വന്നതാണ്. ഒരുപക്ഷെ ഈ നമ്മളെ അനുഭവത്തിൽ നിന്നാണല്ലോ ഇത് പലതും ഉണ്ടാക്കുന്നത്, പലതും ഉണ്ടായി വരുന്നതല്ലേ. മനസ്സിൻ്റെ രുചി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ദിവസം എഴുതിപ്പോയതാണ്. അത് എന്തിനാണ് എഴുതിയെന്ന് എനിക്കെപ്പോഴും അറിയില്ല. ആ എഴുത്ത് എത്രത്തോളം ഭംഗിയുണ്ടെന്നോ എനിക്കറിയില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് സംവിധായകൻ എന്നുള്ളതിലേക്ക് നീ പറയുന്നു ഇപ്പോൾ സംവിധായകൻ. അതും ഞാൻ സിനിമയിലേക്ക് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് ഒരു കോളേജിലൊക്കെ എത്തുന്ന സമയത്താണ്. സിനിമ ആദ്യമേ മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഞാനൊക്കെ എങ്ങനെ വെച്ചാൽ പഠിത്തം എന്നുള്ള സംഗതി ഞാൻ സെക്കൻഡറി ആയിട്ടേ കൊടുത്തുള്ളൂ. സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ പഠിക്കാനും പുസ്തകം തുറന്നു കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് പഠിക്കുമ്പോൾ തന്നെ ആ വാചകങ്ങൾ നമ്മളെ ക്യാരിയഡ് അവേ ആക്കുന്നത് എന്തെങ്കിലും വിഷ്വൽസിലേക്കായിരിക്കും. അപ്പോൾ ആ വിഷ്വലൊക്കെയാണ് മനസ്സിൽ കാണുന്നത്. പിന്നെ എനിക്ക് തോന്നും ആരോ എൻ്റെ കൂടെ ഉണ്ടെന്ന്. ശരിക്കും എനിക്ക് കഥയൊക്കെ പറഞ്ഞത് മറ്റാരോ ആണ്. ഞാൻ 1 മുതൽ 0 വരെ എന്ന് പറഞ്ഞ കഥ സിനിമയായി മാറിയ കഥ മനസ്സിലേക്ക് വന്നത്,
ഒരു എൻ്റെ വീട്ടിൻ്റെ കിഴക്കേ മുറി എന്ന് പറഞ്ഞൊരു മുറിയുണ്ട്. ആ മുറിയുടെ വാതിൽ തുറന്നിട്ടൊരു ചാരുകസേലയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവ മുൻപിൽ ഒരു ഇടവഴിയുണ്ട്. ആ ഇടവഴിയിലൂടെ ഒരു അമ്മയും കുഞ്ഞും കൂടെ നടന്നു വരുന്നത് ഞാൻ കണ്ടു. ആ അമ്മയിൽ നിന്നും കുഞ്ഞിൽ നിന്നാണ് എനിക്ക് ആ 2 കഥാപാത്രങ്ങളെ കിട്ടിയത്. പക്ഷെ അങ്ങനെ ആരും വന്നിട്ടില്ല. അത് ഞാൻ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനിങ്ങനെ എന്തോ ഒരു ലയത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ആ അമ്മയും കുഞ്ഞും വരുന്നതായിട്ട് ഞാൻ കണ്ടു. അമ്മയും കുഞ്ഞിനെയും ഒരു കുഞ്ഞിനെ എടുത്തിട്ടൊരമ്മ നടന്നു വരുന്നത്, ഒരു യുവതിയായ അമ്മ. അങ്ങനെയാണ് എനിക്ക് ആ കഥയ്ക്ക് ഞാൻ ടൈറ്റിൽ ആകാശത്തേക്കൊരു ജാലകം എന്നാണ്. അത് ആ കിഴക്കേ മുറിയുടെ പകുതി അടച്ചിട്ടാൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിന് ബാക്കിയുള്ള വാതിലിൻ്റെ ഉള്ളിൽ കൂടെ കാണുന്ന ജാലകമാണ് അത്. ആകാശത്തേക്കൊരു ജാലകം എന്ന് ഞാൻ ഇടാൻ കാരണം, ആ കഥ എഴുതാൻ കാരണം ആരാന്ന് ചോദിച്ചാൽ, കഥ മനസ്സിൽ വന്നു, ഞാൻ എഴുതിയില്ല, അവിടെ വെച്ചു. മനസ്സിലതുണ്ട്. അപ്പോൾ കുട്ടിച്ചാത്തൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് എനിക്ക് മാതൃഭൂമിന്നല്ല മനോരമയുടെ വാർഷിക പതിപ്പിൻ്റെ എഡിറ്ററായിട്ട് അന്നുള്ള മണക്കാട് മാത്യു സാറ് ഒരു കത്തയച്ചു. ആനുവലിലേക്കൊരു നോവലെറ്റ് തരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മറുപടി എഴുതി, ഞാൻ ഷൂട്ടിങ്ങിലാണ്, നവോദയയുടെ 3D സിനിമയാണ്, അപ്പം എന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും അയക്കാം. അപ്പോൾ അദ്ദേഹം എനിക്ക് വീണ്ടും മറുപടി എഴുതി, പറ്റൂല, പേജ് വിടും, രഘു അയച്ചു തരണമെന്ന്. അത് ജിജോ കണ്ടു ആ കത്ത്. അപ്പോൾ ജിജോണ്ട് പറഞ്ഞു രഘു എഴുതുമെന്ന് പറഞ്ഞു. സമയം ഫ്രീ ടൈമിലൊക്കെ ഇരുന്നോ, ഞാൻ ബുദ്ധിമുട്ടിക്കില്ല എന്നൊക്കെ പറഞ്ഞോട്. അങ്ങനെ ഞാൻ എഴുതി. അപ്പോഴാണ് ഈ കഥ വീണ്ടും മനസ്സിലേക്ക് വരികയും ഞാൻ എഴുതുകയും ചെയ്തു. അങ്ങനെ ആ കഥ എഴുതി, ആ കഥ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ആ കഥ കന്നഡയിൽ പബ്ലിഷ് ചെയ്തു. ആകാശജാലക എന്ന് പറഞ്ഞിട്ട് വന്നു. അത് കഴിഞ്ഞ് കുറേ കാലം, 1 വർഷം കഴിഞ്ഞപ്പോഴാണ് കുട്ടിച്ചാത്തൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞ് പടം റിലീസ് 1 വർഷം കഴിഞ്ഞപ്പോൾ ജിജോനോട് അടുത്ത പടം ചെയ്യാൻ പറയുന്നത്. അപ്പം ഞാൻ ഈ കഥ ജിജോട് പറഞ്ഞു. ഞാൻ 2 കഥയാണ് ജിജോട് പറഞ്ഞത്, പക്ഷേ ഈ കഥയാണ് അവൻ സെലക്ട് ചെയ്തത്. അപ്പോൾ ഈ കഥ എഴുതാനുള്ള കാരണം ഞാൻ കുട്ടിച്ചാത്ത സമയത്താണ്. മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെയാണ് അത്. അപ്പം ആ പടം സംവിധാനം ചെയ്തു. അപ്പോഴും എനിക്ക് അത്ഭുതങ്ങളൊന്നും എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇതൊന്നുമില്ല. ഇതിൻ്റെ ഒരു പ്രോസസ്സായിട്ട് ആദ്യത്തെ കഥ എഴുതിയ പോലെ ആദ്യത്തെ സിനിമ ചെയ്തു. അതുപോലെ ഈ അഭിനയം എന്ന് പറയുന്നതും അതിൻ്റെ കാരണക്കാരൻ ഷാനവാസ് കെ ബാവക്കുട്ടിയാണ്. സൊട്ടപ്പൻ തുറപ്പടത്തിൽ അവൻ നിർബന്ധിച്ചപ്പോഴാണ് ഞാൻ ആ കഥ വന്നത്. അതും ഇതുപോലെ ആദ്യത്തെ കഥ എഴുതിയ മാതിരി, ആദ്യത്തെ സിനിമ ചെയ്ത മാതിരി ആദ്യത്തെ ഒരു കഥാപാത്രം ചെയ്തു. അപ്പോൾ അതോടെ തീരുന്ന ഞാൻ വിചാരിച്ചത്. സത്യം പറഞ്ഞാൽ ആദ്യത്തെ സിനിമ കഴിഞ്ഞപ്പോഴേ അടുത്ത സിനിമയെ പറ്റി ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ആദ്യത്തെ കഥ എഴുതിയപ്പോഴും അടുത്ത കഥ എന്താണെന്ന് എനിക്ക് അറിയില്ല. അതുപോലെ ആദ്യത്തെ കഥാപാത്രം ചെയ്തപ്പോഴും ഒരു കഥ അഭിനയിക്കുന്ന ഒരു സാധനം ചെയ്തപ്പോഴും അടുത്ത എനിക്ക് മനസ്സിലില്ലായിരുന്നു. അപ്പോൾ പിന്നെ വേറെ പ്രൊഡക്ഷൻ കൺട്രോൾ വിളിച്ചിട്ട് ഒരു വൈദ്യരെ റോള് ചെയ്യുമെന്ന് വെച്ചിട്ട് വിളിക്കുമ്പോഴാണ് പോവല്ലേ എന്ന് തോന്നിയിട്ട് ഞാൻ പോയത്. അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിൽ അത്ഭുതങ്ങളൊന്നും. പക്ഷെ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നൊരു ആനന്ദമുണ്ട്. അത് ഭയങ്കര രസമാണ്. അത് മൂന്നും എനിക്ക് ഇതൊക്കെ കിട്ടും. അസാധാരണമായ ഒരു ആനന്ദം കിട്ടും. അല്ലാതെ ഒരു അത്ഭുതങ്ങളൊന്നുമില്ല. ഒരു ലഹരി കിട്ടും മനസ്സിലിങ്ങനൊരു നിറഞ്ഞു നിൽക്കും അത്. അപ്പം നമ്മൾ കൂടുതൽ സ്നേഹിക്കും മറ്റ് ചുറ്റുമുള്ളതിനൊക്കെ. അതാണ് ആദ്യത്തെ കഥ എഴുതിയപ്പോൾ എല്ലാവരും അറിയാണ്ട് സ്നേഹിച്ചു പോകും. അങ്ങനെയൊക്കെ പറയാം, സത്യസന്ധമായിട്ട് പറയാം, അല്ലാണ്ട് വേറെ. 7ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് ആദ്യ കഥ എഴുതിയതെന്ന് കേട്ടിട്ടുണ്ട്. ഈ കഥയ്ക്കുള്ള കഥാപാത്രങ്ങളെ ചുറ്റുമുള്ള മനുഷ്യരിൽ നിന്ന് കണ്ടെത്തുകയാണോ, അല്ലെങ്കിൽ എല്ലാം ഭാവനയിൽ തന്നെ രൂപപ്പെട്ട് വരുന്നതാണ്? എൻ്റെ അനുഭവത്തിൽ ഞാൻ രുചിക്കുന്ന, നമ്മളെ ജീവിതത്തിൻ്റെ രുചി അറിഞ്ഞ് ജീവിക്കുക എന്ന് പറയാം വേണമെങ്കിൽ. ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം രുചി അറിഞ്ഞ് കഴിക്കാം. അതേപോലെ ജീവിതത്തിനും അതിൻ്റെതായ രുചിയുണ്ട്. ഓരോ ദിവസങ്ങൾക്കും ഒരു രുചിയുണ്ട്. ആ രുചിയിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വെളിവാകും. ഇങ്ങനെ ഒരു അനുഭവത്തെ, അതൊക്കെ വേണമെങ്കിൽ അനുഭവം എന്ന് പറയാം. പക്ഷെ അതൊന്നും അനുഭവമല്ല. എന്തായാലും ഇപ്പം നമ്മൾ ഇരിക്കുന്ന സമയത്ത് കാറ്റ് കൊള്ളുന്നില്ലേ, അത് അനുഭവമല്ല. അത് നമുക്ക് കിട്ടുന്നതാണ്. അത് കിട്ടിയേ പറ്റും, നമ്മൾ അനുഭവിച്ചേ പറ്റും. അനുഭവം വേറെയാണ്. ശരിക്കുള്ള അനുഭവം എന്ന് പറയുന്നത്
നമ്മൾ എത്രത്തോളം എങ്ങനെ ജീവിക്കുന്നു, ആ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അനുഭവമായിട്ട് മാറുന്നത്. നമ്മൾ ഒരു 90% ബാക്കി മറ്റ് എന്തൊക്കെയോ പ്രകൃതിയും മനുഷ്യരും സമൂഹമൊക്കെ ഒരുക്കുന്ന ഒരു തൊട്ടിലാണ് ഇരിക്കുന്നത്. അവിടെ ഇരിക്കാനുള്ള സ്ഥലം കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല ഒരു പറയുകയാണെങ്കിൽ. അപ്പോൾ കഥകളൊക്കെ വരുന്നതൊക്കെ അനുഭവം തന്നെയാണ്, ഒബ്സർവേഷൻ എന്നൊക്കെയാണ്. പലരോടും സംസാരിക്കുമ്പോഴും പലരോടും കാണുമ്പോഴും പലരെയും വെറുതെ നമ്മൾ ആലോചിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാം ഓരോന്നും ഓരോ മഹാഭാരതമാണ്. ഓരോ മനുഷ്യൻ്റെ ഓരോ പുസ്തകം റെഫറൻസ് ലൈബ്രറിയാണ്. നമുക്കൊരു പുസ്തകം ഒരുമിച്ച് വായിച്ചു തീർക്കാനും പറ്റില്ല. നമ്മളീ കാണുന്ന ആൾക്കാർ എഴുതുന്നതല്ല ശരിക്കും പുസ്തകം ഓരോ മനുഷ്യൻ തന്നെയാണ്. MT ആണ് ഒരു പുസ്തകം. MT എഴുതിയ പുസ്തകങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ താളുകൾ എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൽ നിന്നും പറിച്ചെറിഞ്ഞ ഓരോ താളുകളാണ് ഓരോ പുസ്തകവും. ഞാൻ ഉദാഹരണം പറഞ്ഞത് MTയിലേക്ക് പറ്റിയാണ്. വാസുദേവൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അതുപോലെ എൻ്റെ എഡിറ്ററാണ് P. ജയേന്ദ്രൻ നായർ. അദ്ദേഹം ഒരു പുസ്തകമാണ്. ഞാൻ എഡിറ്റേഴ്സിനെ കാണുന്നത് അങ്ങനെയാണ്. അദ്ദേഹത്തിനകത്ത് ഞാൻ ഒരു എഡിറ്ററെ കാണുമ്പോൾ ഒരു പുസ്തകം, ഒരു കഥ, എൻ്റെ കഥ പബ്ലിഷ് ചെയ്ത ഒരാളായിട്ടല്ല ഞാൻ കാണുന്നത്. അദ്ദേഹം എനിക്കൊരു പുസ്തകമാണ്. അത് ആരായാലും ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് എഡിറ്റേഴ്സിനോട് ഞാൻ കാണുന്നത് അങ്ങനെയാണ്. അപ്പം ഞാൻ കഥകൾ എഴുതുന്ന സമയത്തും എനിക്ക് ആദ്യത്തെ കഥ ഞാൻ എഴുതിയത്, കഥ ഒന്നും പറയാൻ പറ്റില്ല അതിനെ, ഒരു എന്തോന്ന് എഴുതി. അത് ഞാനൊരു തവണ 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എനിക്ക് എന്തോ ഒരു വയ്യായിക ഉണ്ടായിരുന്നു. ഒരു ദിവസം 5-6 ദിവസം എന്നെ പുറത്തൊന്നും വിട്ടിട്ടില്ല വീട്ടിൽ നിന്ന്. അമ്മ ഒരു ദിവസം എന്നോട് പറഞ്ഞു, കുളി കഴിഞ്ഞിട്ട് ഞാൻ പുറത്തൊക്കെ എന്നെ കളിക്കാൻ വിടുന്ന സമയമായപ്പോൾ അമ്മ പറഞ്ഞു, നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് വാങ്ങിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് നടക്കല്ല ചെയ്ത് ഓടുകയാണ് ചെയ്തത്. അന്നത്തെ കുട്ടിക്കാലൊക്കെ അങ്ങനെയല്ലേ. ഓടി ഇടവഴിയിൽ കൂടെ പോയി നടക്കാവ് ജംഗ്ഷനിലെത്തി. അവിടെ ഒരു സ്വാമിക്കുട്ടി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കടയുണ്ട്, പച്ചക്കറി കടയുണ്ട്. അവിടെ ചെന്നു. അച്ഛൻ്റെ ഫ്രണ്ടാണ്, ഞങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരാണ് എല്ലാവരെയും. അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്നോട്, സൂക്കടൊക്കെ മാറിയെന്നൊക്കെ ചോദിച്ചു. ഭയങ്കര വാത്സല്യം കാണിച്ചു. അപ്പോൾ 1/2 കിലോ ഉരുളക്കിഴങ്ങ് പറഞ്ഞു. റാത്തലാണ് തോന്നുന്നു, അന്ന് കിലോ എന്നല്ല എന്ന് തോന്നുന്നു. ഒരു അളവ് വ്യത്യാസമുണ്ട്. പണ്ട് അരി സേറിലാണ്, പിന്നെ ലിറ്ററായത്. അതേപോലെ എന്തൊരു ഇതാണ്. അപ്പോൾ ഇദ്ദേഹം എല്ലാം തൂക്കിയിട്ട് അദ്ദേഹം നോക്കുമ്പോൾ എനിക്ക് സഞ്ചിയില്ല. അപ്പോൾ ഞാൻ കാണുന്നത് അദ്ദേഹം ഒരു പേപ്പർ വലിച്ചെടുത്ത് അത് കീറി അതിൽ ഭംഗിയായിട്ട് പൊതിഞ്ഞ് വക്കൗണ്ടൊക്കെ കെട്ടി തന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛനുള്ള വലിയ ഫ്രണ്ടുമാണ് അദ്ദേഹം, സൂക്ഷിച്ച് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വീട്ടിലെത്തി അമ്മ കൊടുത്തു കഴിഞ്ഞിട്ട് അമ്മ ഇത് അഴിച്ചു മാറ്റി കടലാസ് അവിടെ സ്ഥലത്ത് വെച്ച്. ഈ കടലാസ് ഒരു ബ്രൗൺ പേപ്പറായിരുന്നു, ഒന്നും എഴുതാത്ത സാധാരണ കിട്ടുന്നത് അന്ന് പത്രങ്ങളുടെ ഇതായിരിക്കും. പക്ഷെ ഇത് MT ആയിട്ടുള്ള കടലാസായിരുന്നു, നല്ല വൃത്തിയുള്ള കടലാസ്. അപ്പം ഞാനത് എടുത്തിട്ട് ഇങ്ങനെ ശരിക്കും വൃത്തിയാക്കി ഇതാക്കിയിട്ട്, അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ ഒരു മൂടാണ്. അപ്പോൾ അതൊന്ന് ഞാൻ വെറുതെ അതിൻ്റെ മോൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ കീറൂല്ലേ, ഒരു ചതുര പേപ്പറാക്കി, വലിയൊരു പേപ്പറായി. അതിൽ ഞാൻ മടക്കി വെച്ചിട്ട് എന്തോ എനിക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു കഥ മനസ്സിൽ വന്നത്, നിനക്ക് മരിക്കണമെന്നോ അങ്ങനെ എന്തോ ഒരു തമാശയാണ് ഞാൻ എഴുതിയത്. അത് ഒരു പെൻസിൽ കൊണ്ട് 2 ഭാഗത്തും എഴുതിയിട്ട് മാതൃഭൂമി ബാലപംക്തിയിലേക്ക് അയച്ചു. മടക്കി 2 ഭാഗത്തും എഴുതി, പെൻസിലാണ് എനിക്ക് കിട്ടിയത്. മടക്കി കവറിലിട്ടിട്ട് അച്ഛനോട് പറഞ്ഞ് മാതൃഭൂമിയിലേക്ക് അയക്കണം. അച്ഛൻ പറഞ്ഞു നീ പോണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛൻ കവറെടുത്തിട്ട് അച്ഛൻ ടൗണിലേക്ക് പോകും. അപ്പോൾ മാതൃഭൂമി പ്രസിൻ്റെ സെക്കൻഡ് ഗേറ്റ് അടുത്തുള്ള മാതൃഭൂമി പ്രസിൻ്റെ മുമ്പിലൊരു പെട്ടിയുണ്ട്, ആ പെട്ടിയിൽ ഇട്ടാൽ മതി. ഞാൻ കഥകൾ കുറേ കാലം കോളേജ് പഠിക്കുമ്പോഴും എല്ലാം കൊണ്ടുപോയി അതിലിടുക, മനസ്സിലായില്ലേ. ഞാൻ ബൈ പോസ്റ്റ് അയക്കാറില്ല, കോഴിക്കോടിനത്തോളം കാണും അവിടെ കൊണ്ടുപോയിടും, അതിലിടും. പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് കത്ത് വന്നു, കുഞ്ഞുണ്ണി മാഷിലെ ഒരു കാർഡിൽ തന്നോടാരാ പെൻസിൽ കൊണ്ട് എഴുതാൻ പറഞ്ഞത്, പിന്നെ എന്തിനാ 2 ഭാഗത്തും എഴുതിയത് കടലാസിൻ്റെ, ഇനി മുതൽ ഒരു ഭാഗത്ത് മാത്രമേ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ എനിക്ക് അന്നും അറിയില്ല എന്തുകൊണ്ട് ഒരു ഭാഗം മറ്റേ ഭാഗം തന്നെ വിടുന്നത്. അപ്പം അന്ന് എങ്ങനെ അച്ചെടുത്ത് വെക്കുക ചെയ്യുക. അപ്പോൾ ഈ പേപ്പർ ഇങ്ങനെ സൈഡിൽ വെക്കും, അപ്പോൾ മഷി മറ്റേ പേജ് സൈഡിലേക്ക് ആവും. അതാണെന്നുള്ളത് പിന്നീടാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ 4ാമത്തെ ആഴ്ച 5ാം ആഴ്ച കഴിഞ്ഞപ്പോൾ കോഴിക്കോട് രാവിലെ ഞാൻ മാതൃഭൂമി വീക്കിലി കിട്ടിയപ്പോൾ അത് തുറന്നു നോക്കിയപ്പോൾ അതിൽ ഈ കഥ കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി.
അപ്പോൾ അച്ഛൻ കിടക്കുന്നുണ്ട്. അച്ഛൻ രാത്രി ജോലി കഴിഞ്ഞൊന്ന് കിടന്നുറങ്ങുകയാണ്. ഞാൻ ഈ മധുരവിക്കൽ ചുരുട്ടി എടുത്തിട്ട് അച്ഛനടുത്ത് പോയി നിന്നപ്പോൾ അച്ഛൻ കണ്ടു ഞാൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നോട് അവിടെ ഇരിക്കാം. ഇങ്ങനെ അച്ഛൻ ലേശം ഇങ്ങനെ കിടക്കുന്ന അച്ഛൻ ഒന്ന് പിന്നാക്കം ആഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇരുന്നു. അതാ അതിൻ്റെ സൂചന. അച്ഛൻ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ഇങ്ങനെ ആയത്. അത് കൈ നീട്ടി അച്ഛൻ ഇരുത്തി എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ മാതൃഭൂമിയിലെ ബാലഭക്തിയിൽ എൻ്റെ കഥയുണ്ട്. അച്ഛനറിയാം ഇത്. അച്ഛൻ ഇങ്ങനെ അയച്ചിരുന്നു. അപ്പോൾ അച്ഛനിങ്ങനെ കൈ നീട്ടിയിട്ട് എന്നെ അവിടെ കിടത്തി. അപ്പോൾ അച്ഛനടുത്ത് ഞാനും ചിരിഞ്ഞ് കിടക്കുക, സുഖമായിട്ട് കിടക്കുകയാണ് ഈ മാതൃഭക്തിക്ക്. അച്ഛൻ പതുക്കെ പറഞ്ഞു, ഒരിക്കലും അഹങ്കരിക്കരുത് എന്ന് പറഞ്ഞു. അതാണ് അച്ഛൻ്റെ ആദ്യത്തെ കമൻറ്റ്, അഹങ്കരിക്കരുത്. അതായത് ഒരു കഥ വന്നാലോ മറ്റെന്ത് വന്നാലോ ഈ പറഞ്ഞതുപോലെ അഹങ്കാരമായിട്ടാണ് അച്ഛൻ എടുക്കുന്നത്. മാത്രമേ എൻ്റെ കഥ വന്നു. അപ്പം അച്ഛനോട് പറഞ്ഞു, അത് നിൻ്റെ കഥയൊന്നുമല്ല. ടു ബി ഫ്രാങ്ക്, എനിക്ക് ഇന്നും അതുണ്ട് എൻ്റെ മനസ്സിൽ. ഒന്നും എൻ്റെതല്ല എന്നുള്ളൊരു, ഈ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് നമുക്ക് കിട്ടും. അത് നമ്മൾ എടുക്കണം. അവർ അത് പഠിപ്പിക്കാൻ വേണ്ടി പറയുന്നതോ ഒന്നുമല്ല, നമ്മൾ കിട്ടുന്നതാണ്. അങ്ങനെ എത്രയോ പേരിൽ നിന്നും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെറിയ കൊച്ചു കുട്ടികളിൽ നിന്ന് വരെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പെറുക്കും. ഇപ്പോഴും എനിക്ക് ഓരോ കഥ വരുമ്പോഴും ഓരോ സിനിമ വരുമ്പോഴും ഞാൻ അച്ഛനടുത്ത് ചെരിഞ്ഞ് കിടക്കുന്ന ഫീലിംഗാണ്. അതൊരു അച്ഛനുള്ള അടുപ്പായിരിക്കാം, പക്ഷെ ആ ജസ്റ്റർ എൻ്റെ ഉള്ളിലെ ഏറ്റവും വലിയൊരു സംഗതിയാണ്. ഒരു അവാർഡ് മാതിരിയാണ്. ഇപ്പോൾ വേണം പറയാം, ഒരു അംഗീകാരം. ആ കെട്ടിപ്പിടുത്തം, അച്ഛൻ്റെ കെട്ടിപ്പിടുത്തം എനിക്ക് മറക്കാൻ പറ്റില്ല. അതുപോലെ പണ്ടൊക്കെ ഞാൻ എഴുതുമ്പോഴൊക്കെ ഇങ്ങനെ എഴുതി തീരാൻ വേണ്ടി കാത്തു നിൽക്കും. വീട്ടിൽ ഏട്ടൻ, എൻ്റെ അനിയത്തി, ഇവരൊക്കെ പേപ്പറൊക്കെ എഴുതി വെച്ച അപ്പം എടുത്തു കൊണ്ടുപോകും. ഈ ചൂടോടെ ദോശയൊക്കെ അമ്മ അടുക്കളയിൽ നിന്ന് പേപ്പറിലേക്ക് വാങ്ങുന്നവർ എടുത്തുകൊണ്ടിട്ട് വായിച്ചിട്ട് കൊണ്ടുപോയി അവിടെ വെക്കും. അപ്പോൾ ആദരവോടെയാണ് വെക്കുക. ഞാനിങ്ങനെ എഴുതുന്നുണ്ടാവും. ചില അങ്ങനെയൊക്കെയാണ് കഥയുടെ ഒക്കെ കാര്യങ്ങൾ. ആദ്യത്തെ കഥയൊക്കെ എഴുതുമ്പോൾ അങ്ങനെയായിരുന്നു. അമ്മ നല്ലൊരു വായനക്കാരി. അമ്മ നല്ല അസാധാരണമായ വായനക്കാരിയായിരുന്നു. പക്ഷെ നമ്മൾ ഇപ്പോഴാണത് ഓർമ്മ മനസ്സിലാക്കുന്നത്. കുറേ കാലം കഴിഞ്ഞ ശേഷമാണ് അമ്മയുടെ ഒക്കെ വായനയുടെ ഒരു ആഴം ഞാൻ കാണുന്നത്. ഇപ്പോഴറിഞ്ഞ് അതൊക്കെ അന്നേ നമ്മൾക്കൊരു കുറച്ചും കൂടെ ഒന്നും കൂടെ മനസ്സിലാക്കാൻ സാധിച്ചതെങ്കിൽ അമ്മയ്ക്കൊക്കെ വേറെ കുറേ കാര്യങ്ങളൊക്കെ പുസ്തകങ്ങളൊക്കെ കൊണ്ടുകൊടുക്കുക എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഏട്ടൻ, എൻ്റെ മൂത്ത ബ്രദറും ഇതൊരു പുസ്തകത്തിൻ്റെ ഒരു ഭ്രാന്തനായിരുന്നു. ഏട്ടൻ പണ്ടേ വീട്ടിൽ ആദ്യം ഒരു ലൈബ്രറി ഒക്കെ ഉണ്ടായിരുന്നു. ഏട്ടൻ എത്രയോ പുസ്തകങ്ങൾ വായിക്കും. അത് ഇന്ന പുസ്തകമൊന്നുമല്ല, പലതും വായിക്കും, പല ഭാഷകളിലുള്ളത്. എൻ്റെ മൂത്ത ബ്രദർ പ്രഭാകരൻ എന്നാണ് ഏട്ടൻ്റെ പേര്. പ്രഭാകരൻ, ഞങ്ങൾ ഏട്ടൻ എന്നാണ് വിളിക്കുക. അപ്പം ഞങ്ങളുടെ ഉള്ളിൽ എപ്പോഴും പുസ്തകത്തിനുള്ള വല്ലാത്തൊരു സ്നേഹം ഉണ്ടായിരുന്നു. ഏട്ടൻ്റെ അടുത്ത് വളരെയേറെ നല്ലൊരു കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു ആ കാലത്ത്. ചിൽഡ്രൻസ് ലൈബ്രറി എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഒരു പേരൊക്കെ കിട്ടുന്നത് ഏട്ടൻ. വീട്ടിലെ തന്നെ പുസ്തകങ്ങൾക്ക് ഞങ്ങളൊക്കെ കുട്ടികളും ഏട്ടൻ്റെ ലൈബ്രറിയും, ഏട്ടൻ വലിയൊരാൾ, അങ്ങനെയാണ്. അന്ന് വായിച്ച പുസ്തകങ്ങൾ, അങ്ങനെ സ്വാധീനിച്ച പുസ്തകങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ? ഞാൻ പറയുന്ന ആ കാലത്താണ്. അന്ന് കൂടുതലും കോളേജ് ലൈഫിൽ മുമ്പായിട്ട് ആ കാലത്തൊക്കെ മാതൃഭൂമി സ്മാരകശിലകളൊക്കെ ആ സമയത്തൊക്കെയാണ് ഞാൻ വായിച്ചത്. പിന്നെ അമ്മ അമ്മ വലിയൊരു അമ്മയ്ക്ക് ഇഷ്ടമാണ് പല എഴുത്തുകാരെയൊക്കെ. കൂടുതൽ കഥകൾ അമ്മ പറഞ്ഞു തന്നതാണ്. ഗുഡ് എർത്തൊക്കെ ഞാൻ വായിച്ച ആ സമയത്താണ്. അത് എനിക്ക് അത്രയ്ക്ക് ഓർമ്മ. പിന്നെ കൂടുതലും ഞാൻ കൂടുതലും ഇതിലേക്ക് ഇൻവോൾവ് ആയത് മുഴുവൻ ഈ പുരാണങ്ങളിലേക്കൊക്കെയാണ്. ട്രഡീഷണലായിട്ട് ഇങ്ങനൊരു അമ്മയുടെ കഥകളിൽ കൂടുതലും വരും മഹാഭാരതവും രാമായണമൊക്കെ ആയിരിക്കും. പിന്നെ കൂടുതലും പിന്നെ ഈ ഒരു കാരൂരിൻ്റെ അങ്ങനെ ഒരുപാട് 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 പഴയ തകഴി മുതൽ എല്ലാവരുടെയും വാസുകേട്ടൻ മുതൽ അങ്ങനെ എനിക്കൊന്നും ഞാൻ കാലമൊക്കെ വായിച്ചിരിക്കുന്നത് പ്രീഡിഗ്രഹത്തിന് മുമ്പാണ്. 10th സ്റ്റാൻഡേർഡൊക്കെ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു. അങ്ങനെ ആദ്യം വായിച്ച പുസ്തകം MTയുടെ പുസ്തകം കാലമായിരുന്നു. അതെവിടെയോ വെച്ചിട്ട് എന്തോ ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയില്ല. അതിന് മുമ്പായിട്ട് എപ്പോഴും ഒരിക്കലും അടുത്ത എന്തോ ഒരു ഇൻറ്ററാക്ഷനിൽ സേതുവിനോട് മാത്രമാണ് ഇഷ്ടം എന്നൊരു കമൻ്റ് ഉണ്ട് അതിനകത്ത്. അന്നത്തെ കാലത്തെ ആൾക്കാരൊക്കെ അങ്ങനെയാണല്ലോ, വളരെ റൊമാൻറ്റിക് ആയിട്ടൊക്കെ ഉള്ളത്. എന്തോ ഒരു ഇതിൻ്റെ പിറകെ നടക്കും. ഞാൻ വാസുവിനോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മുണ്ടും ചിരിക്കും, ഇങ്ങനെ തിരിക്കും, എത്രയേ ഉള്ളൂ. നല്ല സൗഹൃദമായിരുന്നു വാസുകേട്ടൻ. നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് കുറേ കഴിഞ്ഞപ്പം നമ്മുടെ ഒരു സ്റ്റേജ് വന്ന് പോകുമ്പോൾ പിന്നെ എപ്പോഴും കാണാനോ സംസാരിക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല. അതെ, വാസുവിനെ പോയി കണ്ടതൊക്കെ വലിയ കോമഡിയാണ് ആദ്യമായിട്ട് കണ്ടതൊക്കെ.
അതെ, ഞാൻ വായിച്ചിട്ടുണ്ട്. കൂട്ടുകാരന് കാശിന്റെ ആവശ്യം വന്നപ്പോഴാണ് ആദ്യമായിട്ട് മാതൃഭൂമിയുടെ ഓഫീസിലെത്തുന്നതും MTയെ കാണുന്നതെന്നൊക്കെ ഒരിക്കൽ എഴുതിയിരുന്നല്ലോ. ആദ്യ കാഴ്ചയിൽ തന്നെ ജ്യേഷ്ഠനായി മനസ്സിൽ ഇടം പിടിച്ചു എന്നും കൂടെ പറഞ്ഞു. MTയുമായുള്ളൊരു സൗഹൃദം എങ്ങനെയായിരുന്നു? സ്വന്തം എഴുതിയ കഥയുടെ പ്രതിഫലം ചോദിച്ചിട്ടാണ് ഞാൻ മാതൃഭൂമി ഓഫീസിൽ പോയത്. എനിക്ക് തോന്നുന്നില്ല അതിന് മുമ്പ് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടാകുന്നത്. അന്നൊക്കെ എങ്ങനെ ഇതിനൊരു പ്രത്യേകിച്ചൊരു വകതിരിവൊന്നും ഇല്ല. ഇതിന് ഇന്നൊരു ഫോർമാലിറ്റി ഉണ്ടെന്നുള്ള ചോദ്യമൊന്നുമില്ല. നമ്മൾക്ക് എവിടെയാണോ എന്താണോ എങ്ങനെയാണോ ഒരു സന്നിഗ്ധ ഘട്ടം കടന്നു പോവുക. അപ്പോൾ അതിനൊരു പാലം കെട്ടണമെങ്കിൽ ഏത് കോൺട്രാക്ടറാണ് ഉള്ളതെന്നാണ് ആ സമയത്ത് നോക്കുന്നത്. നമ്മുടെ കയ്യിൽ പാലം ഉണ്ടോ മറ്റോ ഒന്നുമല്ല. അപ്പം അന്ന് കോളേജ് പഠിക്കുന്ന സമയത്ത് എൻ്റെ അടുത്തൊരു ഫ്രണ്ട്, ഏറ്റവും അടുത്തൊരു ഫ്രണ്ടിന് എന്തോ സാമ്പത്തിക പ്രശ്നം വന്നപ്പോഴേ പെട്ടെന്ന് എന്നോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവനെ എങ്ങനെ സഹായിക്കുന്ന ഞാൻ ചിന്തിച്ചത്. അല്ലാതെ അപ്പോൾ എൻ്റെ കയ്യിൽ പെട്ടെന്ന് കൊടുത്തത് പണത്തിന് പണം വേണമല്ലോ. അപ്പോഴാണ് ഒരു കഥ പബ്ലിഷ് ചെയ്ത് 2 ആഴ്ച ആയിട്ടുണ്ട്. 2 ആഴ്ച ആയിട്ടുള്ളൂ. അത് മാതൃഭൂമിയിൽ പബ്ലിഷ് ചെയ്തതാണ്. അപ്പം 4 ആഴ്ച കഴിഞ്ഞാൽ ചിലപ്പോഴും ഇതിൻ്റെ പ്രതിഫലം ചെക്കായിട്ട് വരും. ഒരു 35 രൂപ കിട്ടും. അത് ബാങ്കിൽ കൊടുത്താൽ പിന്നെ എടുക്കും 1 മാസം. ആ കാലത്ത് നല്ല സമയം എടുക്കും ചെക്ക് കളക്ട് ചെയ്ത് വരണമെങ്കിൽ. ഈ ചെക്ക് കൊടുത്ത് കളക്ഷനായി വരാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഞാൻ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയത്. നെടുങ്ങാടി ബാങ്കിലാണ്. 5 രൂപയാണ് അന്നത്തെ ആദ്യത്തെ SBIൻ്റെ അക്കൗണ്ടിൽ ആദ്യം ചേർക്കേണ്ടത്. 5 രൂപ. അതൊരു ചെക്ക് കയ്യിൽ വന്നപ്പോൾ ഇത് എവിടുന്ന കിട്ടുമെന്ന് അറിയിച്ചപ്പോഴാണ് ബാങ്കിൽ കൊടുക്കണമെന്ന് അക്കൗണ്ട്. അത് ആദ്യ ചെക്ക് ഏത് കഥക്കായിരുന്നു? ആദ്യ കഥക്ക് കിട്ടിയിരുന്നു. ആദ്യ കഥക്ക് മണി ഓർഡർ ആയിരുന്നു. ചെക്ക് വരുന്നത് മലയാള നാട്ടിൽ നിന്നാണ്. അതെ, മലയാള നാട്ടിൻ്റെയാണ്. എനിക്ക് തോന്നുന്നു 15 രൂപ എങ്ങാണ്ടാണ് ചെക്ക് വന്നത്. മലയാള നാട്ടിൻ്റെ അന്നത്തെ ഇതിൽ ചില ചെക്കുകൾ ചില കഥക്ക് കഥ അവർ പൈസ കിട്ടും, ചില കഥക്ക് പൈസ കിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ 2-3 കഥകൾ വന്ന ഒരു ചെക്ക് അയക്കും. പിന്നെ അങ്ങനെയാണ്. അപ്പോൾ ആദ്യത്തെ ചെക്ക് കിട്ടിയപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ തന്നെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അങ്ങനെയാണ് കോഴിക്കോട് ഇംഗ്ലീഷ് പള്ളിക്കടുത്ത് നെടുങ്ങാടി ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങുന്നത്. 5 രൂപ. ഇതിൻ്റെ ഇന്നും അതിൻ്റെ പുസ്തകമുണ്ട് കയ്യിൽ, പാസ്ബുക്ക് ഉണ്ട്. ആ പുസ്തകം ആ അക്കൗണ്ടൊന്നും ഞാൻ ക്ലോസ് ചെയ്തിട്ടില്ല. ഒരു പക്ഷേ അതിലേക്ക് ഇപ്പോഴും ചിലപ്പോൾ 5 രൂപ 10 രൂപ കാണും. കോമഡി എന്താണെന്ന് വെച്ചാൽ ഒരു തവണ എന്തോ ഒരു പൈസ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ ഒന്ന് ചെക്ക് എഴുതിയിട്ട് ഞാൻ ചെന്നു. ഡിഗ്രി കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴാണ് കൗണ്ടർ കൊടുത്തപ്പം അപ്പുറത്തെ നിന്ന് ഡെസ്കിൽ നിന്ന് ഒരു തല പൊന്തി. അത് എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച വേറെ പെൺകുട്ടിയാണ്. വേറെ സബ്ജക്റ്റാണ് അവൾ പഠിച്ചത്, എക്കണോമിക്സാണ്. അവൾ എന്നിട്ട് എന്നോട് ചോദിച്ചു, ഇതിലാകെ 2-3 ഉറുപ്പിലുള്ളൂ. അപ്പം അപ്പോഴാണ് അവളെ ഞാൻ കാണുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ടേക്കാതിരുന്നത്. അപ്പം അതിന് പൈസ ഇല്ല വാസ്തവത്തിൽ. ഞാൻ ചെക്ക് വലിയ കാര്യത്തിൽ എഴുതി കൊടുത്താണ്. അപ്പോഴാണ് ഞാൻ നേരെ ആലോചിച്ചത്. ഞാൻ എൻ്റെ ഫ്രണ്ട് ബാലകൃഷ്ണനോട് പറഞ്ഞു, ഒരു ചെക്ക് ഒരു കഥേൻ്റെ പൈസ കിട്ടാണ്ട് പോയി നോക്കിയാലോ നമുക്ക് ചിലപ്പം കിട്ടണം. അപ്പോൾ മാതൃഭൂമിയിൽ പോയി പൈസ ചോദിക്കാന്നൊക്കെയുള്ള മടി അങ്ങനത്തെ ഒന്നും എനിക്കില്ല. എനിക്ക് അങ്ങനത്തെ ഒരു ചിന്തയും വരില്ല. അഭിമാന പ്രശ്നമല്ലേ അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ കാര്യം നടക്കുക എന്നുള്ളതാണ്. ഞാനും അവനും കൂടെ ബസ് കയറിയിട്ട് എൻ്റെ പിറകെ അവനും ഞങ്ങൾ 2 കൂടെ അവിടെ എത്തി. മാതൃഭൂമി ഓഫീസിലെത്തിയപ്പം മുമ്പിൽ വാച്ച്മാൻ ഉണ്ട് ഗേറ്റിനടുത്ത്. അതിനകത്ത് കയറുമ്പോൾ തന്നെ അവിടെ താഴെ തന്നെയാണ് പ്രസ് അവരുടെ. അതൊക്കെ ഒരു ഓർമ്മയുണ്ട്. അപ്പുറത്ത് മറ്റേ ഓപ്പറേറ്റർ ഉണ്ട്, ടെലിഫോൺ ഓപ്പറേറ്റർ ഉണ്ട്. അതിനടുത്ത് അകത്തേക്ക് കയറുന്ന കോവണിയുണ്ട്. പരിചയമുണ്ടല്ലേ? അപ്പോൾ ഞാൻ ചെന്നിട്ട് ഇയാളോട് ചോദിച്ചു, വാച്ച്മാൻ നോക്കുമല്ലോ എന്താ ആരാന്നും ചോദിക്കുമല്ലോ. ഞാൻ ചോദിച്ചു, ഈ കഥ എഴുതിയതിൻ്റെ പ്രതിഫലം കിട്ടുന്ന കൗണ്ടർ എവിടെയാണെന്ന്. എല്ലാത്തിനും കൗണ്ടറാണല്ലോ മനസ്സിലുണ്ടാവും. അവൾ ചോദിച്ചു, കഥേൻ്റെ കൗണ്ടറോ? നമ്മൾ ആ കൗണ്ടർ പൈസ കിട്ടുന്ന. അപ്പോൾ ഏത് കഥയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയാളത് വായിച്ചിട്ടുണ്ട്, അയാൾക്ക് സന്തോഷം. അപ്പോൾ അയാൾ ഈ ഓപ്പറേറ്ററെ കാണിച്ചെന്ന് അവിടെ ചോദിക്കണം പറഞ്ഞു. അവിടെ സ്ത്രീയാണ്. അവരോട് ഞാൻ ചോദിച്ചു, അവരും ഇത് വായിച്ചിട്ടുണ്ട്, അവർക്ക്. അപ്പം ഞാൻ എന്നോട് ചോദിച്ചു, നിങ്ങളാണോ ഒരുങ്ങുന്നത് പല ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ തന്നെയാണ് ഒരുങ്ങുന്നത്. എന്നാൽ മുകളിലേക്ക് പോയിക്കോ. അങ്ങനെ ഞാൻ മുകളിലേക്ക് പോയി. മുകളിൽ പോയി 2nd ഫ്ലോറിൽ എവിടെ എത്തിയപ്പോഴാണ് ഒരു പിടിയും കിട്ടുന്നില്ല അവിടെ. അപ്പോൾ ഒരാൾ അടുത്തോടെ നടന്നു പോകുമ്പോൾ അയാൾ ചോദിച്ചു എന്നോട് എന്താ. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കഥ വന്നിട്ടുണ്ടായിരുന്നു, അത് എഴുതിയ ഞാനാണ്, ഇങ്ങനെ പ്രതിഫലം കിട്ടാൻ വല്ല വഴിയുണ്ടോ ചോദിച്ചു. അപ്പോൾ അയാൾ കുറച്ച് 2 സെക്കൻഡ് എന്നെ ഇങ്ങനെ നോക്കിയിട്ട്
എന്നെ നേരെ വാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തോളിൽ കൈ ഇങ്ങനെ വെച്ചിട്ട് കൊണ്ടുപോയത് MTൻ്റെ മുമ്പിലേക്കാണ്. അപ്പോൾ വാസുവിനുള്ളിൽ ഇരിക്കുന്നുണ്ട്. ഇയാൾ നിന്നിട്ട് ഇയാൾ പറഞ്ഞ് എന്നെങ്കിൽ നോക്കി, വാസുവിനെങ്കിൽ നോക്കി ഇങ്ങനെ കാണിച്ചു ഇയാൾ പറയാൻ. ആദ്യ കാഴ്ച. അതെ. എന്നിട്ട് ഈ അദ്ദേഹം പോയി, പുറത്തേക്ക് പോയി. ഞാൻ പറഞ്ഞു വാസുവിനോട്, ഞാൻ തോന്നിയിട്ടാണ് പറയണത്, ഞാൻ രഘുനാഥ് പല്ലരി എന്ന പേരിൽ ഇങ്ങനെ കഥ എഴുതുന്ന എൻ്റെ ഒരു കഥ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ബാലകൃഷ്ണൻ അങ്ങനെയാണ്, എനിക്കും ബാലകൃഷ്ണനും പെട്ടെന്നൊരു അത്യാവശ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പൈസ പ്രതിഫലം കിട്ടാൻ വല്ല വഴിയുണ്ടോ, സാധ്യതയുണ്ടോ എന്നാണ്. വാസുദേവൻ എന്നോട് ചോദിച്ചത് എന്താ അറിയാം, കൊന്ന് നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ച്, അദ്ദേഹം ഒരു കൗതുകമായിരിക്കും. ഞാനൊന്ന് അദ്ദേഹം താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് അധികം ദൂരം അല്ലാണ്ടാണ് താമസിക്കുന്നത്. അദ്ദേഹം എന്നോട് ചോദിച്ചു, ബാലകൃഷ്ണൻ എവിടെയെന്ന്. ഞങ്ങൾ താഴത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ അയാളുടെ പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് താഴത്ത് എന്നെ കാത്തു നിൽക്കുകയാണ്. ഞാൻ അയാളെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചോദിച്ചിട്ട് ആ ബലത്തിലാണ് വന്നിട്ട് ഇദ്ദേഹത്തോട് കാര്യം പറയുന്നത്. വാസുവിന് അവിടെ നിന്ന് എഴുന്നേറ്റു. അതാണ് അത്ഭുതം എനിക്ക്. വാസുവിനെ പറ്റി ഞാൻ പലപ്പോഴും കേട്ടത് ആദ്യം ചിരിക്കില്ല, പറയില്ല, സംസാരിക്കില്ല, ഒന്നുമല്ല. വാസുവിൻ്റെ ഒരു അസാധാരണമായ സ്നേഹമുള്ള ഒരാളായിരുന്നു ഉള്ളിൽ. അത് അങ്ങനെ ആ സമയത്തേ വരുള്ളൂ. അത് എഴുന്നേറ്റ് എൻ്റെ കൈ പിടിച്ചിട്ട് എന്നെയും കൂട്ടിയിട്ട് 2-3 ഇടനാഴിയിൽ കൂടെ പോയിട്ട് ഒരു ചെറിയൊരു ക്യൂബിക്കിളിനുള്ളിലേക്ക് കയറി. അവിടെ 3-4 പേരിരിക്കും, 2 പേരിരിക്കുന്നുണ്ട്. അതിൽ ഒരാൾ ഒരു കസരയുടെ മുകളിൽ കുന്തിച്ചിരിക്കുകയെന്ന്, കയറിയിരിക്കുക ചെയ്യുന്നത്, 2 കാലും കെറ്റിയിട്ട് ഇങ്ങനെ മെലിഞ്ഞൊരു മനുഷ്യൻ ഇങ്ങനെ. അദ്ദേഹത്തോട് വാസുട്ടൻ പറയാണ്, തിരുമേനി ഇതാണ് രഘുനാഥ് പല്ലേരി, അത് നമ്പൂതിരിയാണ്, ആർട്ടിസ്റ്റ്. മനസ്സിലല്ലേ? എനിക്കൊന്നും അറിയില്ല. എനിക്ക് എൻ്റെ ഉള്ളിൽ എനിക്കെൻ്റെ പ്രതിഫലമാണ്. ഇപ്പം ഈ പ്രതിഫലം തരുന്ന ഒരു പക്ഷേ ഇദ്ദേഹം ആയിരിക്കും ഞാൻ കാണുന്നത്. അപ്പോൾ നമ്പൂതിരിയാണ്. അപ്പോൾ തിരുമേനി പെട്ടെന്ന് എന്നോട് പറഞ്ഞു, ഇയാളെ തന്നെയാണ് എനിക്ക് കിട്ടേണ്ടത്. അപ്പം തിരുമേനി ആ സമയത്ത് വരച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ അടുത്ത കഥയുടെ ഇല്ലസ്ട്രേഷനാണ്. തിരുമേനി വരക്കുന്നത് നോക്കി അപ്പം അത് കാണുന്നുണ്ട് ഞാൻ. ഒരു തിര വലിയ തിര, അങ്ങനെ എന്തോ ഒരു കഥയുടെ പേര്. അപ്പം ഇതിൻ്റെ മുമ്പിൽ നിന്ന് ഒരാളെങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട്. ഇതിനിടയിൽ ഒരാൾ, ആദ്യം വന്ന ആൾ എനിക്ക് ഒരു കടലാസ് കൊണ്ടുവന്നിട്ട് എന്നെ ഒപ്പിടിച്ചു, അതിൻ്റെ മുകളിൽ ഒപ്പിട്ട് തന്നു. എന്നിട്ട് ഒരു കവറ് വാസുവിൻ്റെ കയ്യിൽ കൊടുത്തു. വാസുവിൻ അത് കീശയിലിട്ട് തന്നു എനിക്ക്. പിന്നെ ഇയാൾ എപ്പോഴാണ് പോയത്, ഈ വാസുവിനെ എപ്പോഴാണ് പോയതെന്ന് എനിക്കറിയില്ല. ഇദ്ദേഹം തിരുമേനി വരക്കുന്നു നോക്കിയിട്ട് സന്തോഷമായിട്ട് ഇങ്ങനെ അത്ഭുതത്തോടെ നിൽക്കുകയാണ്. വാസുവേട്ടൻ നമ്പൂതിരി വരക്കുന്നൊരു നായികയുടെ അതിലെ മെയിൻ ക്യാരക്ടറിൻ്റെ രേഖാചിത്രമാണ്. അദ്ദേഹം അതിങ്ങനെ തുടങ്ങി ഇങ്ങനെ ആയി ഇതൊക്കെ നോക്കിയിട്ട് അതിനടുത്ത് ഒരു വരയിട്ടിട്ട് ഒരു പുരുഷനെ 5 സെക്കൻഡോടെ വരക്കും. അദ്ദേഹം വരച്ചിട്ട് എന്നിങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ട് അതിനൊരു കണ്ണടയും വെച്ചു കൊടുത്തു. മനസ്സിലായില്ലേ? ഇതിനിടയിൽ മുമ്പിൽ നോക്കി ചിരിക്കുന്ന അദ്ദേഹത്തിന് എനിക്ക് ചൂണ്ടിയിട്ട് എന്നോട് പറഞ്ഞു, AS ആണ്. ASനെ അന്നാണ് ഞാൻ കാണുന്നത്. നമ്പൂതിരിയെ ASനെ ഒരുമിച്ചാണ് കാണുന്നത്. ASൻ്റെ വരയായിരുന്നു എൻ്റെ ആദ്യത്തെ മാതൃഭൂമി കഥയിൽ വന്നത്. ആ വരയൊക്കെ ഞാൻ പണ്ടേ അതിനു മുമ്പ് തന്നെ യയാദിയൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ എന്താണ് അതിശയത്തോടെ കാണുന്ന വരകളൊക്കെ അല്ലേ അദ്ദേഹത്തിൻ്റെ. പക്ഷേ എനിക്ക് അന്നത്തെ ഇത് വാസുദേവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത്, നമ്പൂരിൻ്റെ മുമ്പിൽ നിർത്തുന്നത്, നമ്പൂരി എന്നോട് ഇത് പറയുന്നു, ഇതിൻ്റെയൊക്കെ ഉള്ളിലുള്ള ഈ ഒരു അസാധാരണമായ ഒരു ദിവ്യത്വമുണ്ട്. അത് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ മനസ്സിൽ മുഴുവൻ ബാലകൃഷ്ണൻ താഴത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അപ്പം ഇന്നാണെങ്കിൽ ഇത് മൊത്തം മതി ഒരു അത്ഭുത സാധനമായിട്ട് ആസ്വദിക്കാം. പക്ഷെ അന്ന് ഞാൻ ആസ്വദിച്ചത് ഇതൊക്കെ ഇത്രയും സിമ്പിളാണെന്നുള്ളതാണ്. ആ മനുഷ്യൻ വാസുട്ടൻ അന്ന് തന്നെ എന്നെ കാണിച്ചത് എന്താണ്, ഒരു എഡിറ്റർ എന്ന മനുഷ്യൻ ഇത്രയേ ഉള്ളൂ, ഇത്രയും സിമ്പിളാണ്. അദ്ദേഹത്തിൻ്റെ കയ്യും പിടിച്ച് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന് എന്നെ തിരുമേനിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം അല്ല. അപ്പം തിരുമേനി എപ്പോഴെങ്കിലും ഏതെങ്കിലും കഥയെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടാവാം. അടുത്തൊരു കഥ വരക്കുന്നത് എൻ്റെ ഈ കഥയാണെന്ന് ചിലപ്പോൾ വാസുട്ടൻ അറിഞ്ഞിട്ടുണ്ടാവാം. വാസുട്ടൻ വായിക്കാണ്ട് ആ കഥ അങ്ങോട്ട് പോയില്ലല്ലോ, ഇല്ലേ? ഞാൻ അതിന് ഒരു അത്ഭുതവും കൊടുക്കാത്ത ഒരു സിമ്പിളായിട്ട് അത് ഏറ്റവും സാധാരണ പോലെ കണ്ടതിൻ്റെ ഒരു ആശ്ചര്യമായിരിക്കും ചിലപ്പോൾ വാസുവിന് ഉണ്ടായിട്ടുണ്ടാവും. എനിക്കറിയില്ല. എന്നെ ഇത് ഇന്നും അത്ഭുതപ്പെടുത്തുന്നൊരു തത്വമാണ്. അത്
അതിൻ്റെ തിരുമേനിയൊക്കെ പിന്നീട് എൻ്റെ വലിയൊരു സൗഹൃദത്തിൻ്റെ ഒരു വലിയൊരു ലെവലിലെത്തി. പക്ഷെ അദ്ദേഹത്തിന് അപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ആദ്യം കണ്ടത്. താഴെ അപ്പോൾ പൈസ കിട്ടി, കവറിൽ കിട്ടി, ഞാൻ താഴത്തെത്തി. ഞാൻ വാസുവിനോട് നന്ദി പറയാൻ ഒന്നും നിന്നിട്ടില്ല. ഞാൻ നേരെ അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് താഴേക്ക് വന്ന് ഇപ്പോൾ താഴത്തെ ഓപ്പറേറ്റർ ചോദിച്ചു എന്നോട് കിട്ടിയോന്ന് ചോദിച്ചു. അവർ കിട്ടിയെന്ന് പറഞ്ഞു. ഈ ബാലകൃഷ്ണൻ്റെ മുമ്പിലെത്തിയിട്ട് ഞാൻ ഈ കവർ തുറന്നിട്ട് പൈസ എടുത്തപ്പോഴാണ് മനസ്സിലാവുന്നത് 2 ലക്കങ്ങളായിട്ടാണ് ഈ കഥ വന്നത്. അതുകൊണ്ട് എനിക്ക് 2 ലക്കങ്ങളുടെ പ്രതിഫലം ഉണ്ടായിരുന്നു. അന്ന് 70 രൂപ ആ കവറിലുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ലോട്ടറി അടിച്ച പോലെയാണ്. ബാലകൃഷ്ണൻ്റെ ആവശ്യമുള്ള ഞാൻ തന്നെ ആ തുറന്ന് കാണിക്കുക, എനിക്ക് വേണ്ട എടുത്തോന്ന് പറഞ്ഞിട്ട് അതിനായിട്ട് അവൻ കരഞ്ഞ്, എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ബാലകൃഷ്ണൻ. ഞങ്ങൾ ഇത് വലിയൊരു അനുഭവമാണ്. പക്ഷേ ഈ അനുഭവം നമുക്ക് വേണമെങ്കിൽ ഏത് ലെവലിൽ വേണമെങ്കിലും ചിന്തിക്കാം. ഞാൻ അന്ന് മുതൽ വാസുവേട്ടൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, എൻ്റെ ആ പിടുത്തം എൻ്റെ എപ്പോഴും ഇത് ഫീൽ ചെയ്യും. ആ പിടുത്തം കൊണ്ടുപോയി അദ്ദേഹം മുമ്പിൽ കൊണ്ടുപോകുമ്പം രഘു ഇത്രയേ ഉള്ളൂ, നിൻ്റെ കഥ പബ്ലിഷ് ചെയ്യുന്നത് ഈ എഡിറ്ററും ഇത്രയേ ഉള്ളൂ, അല്ലാണ്ട് അത്ഭുതമൊന്നും ഇല്ല എന്നുള്ളൊരു സൂചന അതിനകത്തില്ലേ വാസ്തവത്തിൽ. അതിൽ ആ വരക്കുന്ന മനുഷ്യനില്ലേ, എന്തൊരു ലാളിത്യത്തിൻ്റെ അങ്ങേ അറ്റല്ലേ തിരുമേനി എന്ന് പറയുന്ന മനുഷ്യൻ. എന്താ അതിൻ്റെ വരയുടെ ചൈതന്യം ആലോചിച്ച് നോക്കൂ. ആ ചൈതന്യം കിട്ടുന്നതിൻ്റെ കാരണം ഈ മനുഷ്യൻ്റെ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തോടുള്ള ഇദ്ദേഹത്തിൻ്റെ ഒരു അപ്രോച്ചും കൂടെയല്ലേ. വാസുവേട്ടനെ പിന്നീട് അവിടുന്ന് ഞാൻ മാതൃഭൂമിയുടെ 2nd ഗേറ്റിനടുത്തുള്ള അവിടെ വെച്ചിട്ട് ഒരിക്കലേ കണ്ടിട്ടുള്ളൂ, ഈ ഒറ്റ കാഴ്ച. പിന്നീട് അവരുടെ ആ ഓഫീസ് മാറിയിട്ട് MM പ്രസ് എന്ന് പറഞ്ഞിട്ട് മറ്റു സ്ഥലത്തേക്ക് മാറിയില്ല, ചെറുട്ടി റോഡിലേക്ക്. MM പ്രസ് അറിയോ അത്? അവിടെ ഒരു മുകൾ നിലയിൽ 2nd ഫ്ലോറിലാണ് 3rd ഫ്ലോറിലോ ആണ് തോന്നുന്നു എനിക്ക്. വാസുവിൻ്റെ ഒരു എൻഡിലാണ് ഒരു മുറിയുണ്ട്. പിന്നീട് കഥകളൊക്കെ എഴുതുന്ന സമയത്ത് കോളേജിലൊക്കെ എത്തുന്ന സമയത്താണ് ഞാൻ വാസുവിനെ കാണുന്നത്. ഫസ്റ്റ് ഡിഗ്രി സമയം. 2nd ഡിഗ്രി 3rd ഡിഗ്രിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ ഒരുപാട് കഥകൾ മാതൃഭൂമിയിൽ എഴുതിയിരുന്നു. അപ്പം ഇടയ്ക്കെപ്പോഴെങ്കിലും വാസുവിനെ കാണണമെന്ന് തോന്നും, ചുമ്മാ ഒന്ന് കാണണമെന്ന് തോന്നും. അപ്പം ഞാൻ ചുമ്മാ പോകും, ഒന്നും ഒന്നും വിളിച്ചു ചോദിക്കാൻ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അപ്പം നേരെ കയറി മുകളിൽ പോയി നോക്കും. അപ്പോൾ ആ മുറിയിലുണ്ടെങ്കിൽ എന്നെ കാണും അദ്ദേഹം. ചിലപ്പോൾ അവിടെ ഇന്ന് അദ്ദേഹം എന്താ ജോലി ചെയ്യായിരിക്കും, ചിലപ്പോൾ അദ്ദേഹം അവിടെ ചാരുകസേരയുണ്ട്, അവിടെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെയും കാണും, ഗോവിന്ദൻ ഉണ്ണീന്നാൻ കാണും, ഒരു നമ്മുടെ GK പിള്ള, അങ്ങനെ ഒരു പിള്ള സാറിനെയും കാണും. അദ്ദേഹം മുമ്പിൽ 2 മിനിറ്റ് ഇരിക്കും, ഗോവിന്ദൻ ഉണ്ണി 2 മിനിറ്റ് ഇരിക്കും, വാസുവിനെ കുറച്ച് ഇരിക്കും. ചിലപ്പോഴും ഞങ്ങളൊന്നും സംസാരിക്കില്ല, ഇരിക്കാൻ പറയും. ചിലപ്പോൾ എന്തെങ്കിലും ചോദിക്കും, അളപൂർവമായിട്ട് സംസാരിക്കുള്ളൂ. അങ്ങനെ ഇടയ്ക്ക് പോയി കണ്ട് ഞാൻ എഴുന്നേറ്റ് വരും, പോട്ടേന്നും പറയും എഴുന്നേറ്റ് വരും. പക്ഷെ ഭയങ്കര സുഖമാണ് അത്. ഇടയ്ക്ക് സമയത്ത് ഇപ്പോഴും ചില ആൾക്കാരൊക്കെ എന്നെ വിളിക്കും, സാറിനെ ഒന്ന് കാണാൻ പറ്റുമോ ചോദിക്കും. ഞാൻ ഒരിക്കലും ഞാൻ എല്ലാവരോടും വിളിക്കുന്നതും കാണാൻ അവസരം കൊടുക്കുന്നതൊക്കെ ഈ ഒറ്റ കാരണം കൊണ്ടാണ്. എനിക്കറിയാം അതിൻ്റെ പിറകിലുള്ള വികാരം എന്താണുള്ളത്. അപ്പോൾ അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഒരിക്കൽ. അതേ അനുഭവം മറ്റൊരാൾക്കും കിട്ടുന്നതല്ലേ. എന്തോ ഒരു സംഗതിയിൽ ഒന്നും ചോദിക്കാനോ പറയാനോ പ്രത്യേകിച്ച് ഒന്നും ഇല്ല, വെറുതെ ഞാൻ പോകും കാണും. അങ്ങനെ ഒരു ദിവസം കണ്ടു. ഒരു ദിവസം ഞാൻ പോയി വരാന്തയിൽ കൂടെ ഇങ്ങനെ നടന്ന് എടുത്തി വാസുവിനെ കണ്ട് ഇറങ്ങി വരുന്ന് ഞാൻ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വാസുവിനെ പിറകുന്ന് വിളിച്ചു. അപ്പം ഞാൻ നിന്നു. അപ്പോൾ ഈ വാസുവിനെ നേരെ അടുത്തേക്ക് വന്നിട്ട് എൻ്റെ തോളിൽ കൈ വെച്ചിട്ട് എന്നോട് പറഞ്ഞു, മൂത്ത ജ്യേഷ്ഠനായിട്ട് കാണാം. വാസുവിന് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. മൂത്ത ജ്യേഷ്ഠനാണ്. അതെന്തിനാ അദ്ദേഹം പറഞ്ഞ എനിക്കറിയില്ല. ഒരുപക്ഷെ എന്തോ ഒരു വാത്സല്യമായിരിക്കാം എന്നോട്. പക്ഷെ വാസുവിനോട് ഞാൻ ഒന്നും റിക്വസ്റ്റ് ചെയ്തിട്ടില്ല, ഒന്നിനും പോയിട്ടില്ല, ഒരു സംഗതിക്കുമില്ല. ഏതോ ഒരു കഥ വന്നിരുന്നു, ഏതോ ഒരു കഥയല്ല, എനിക്ക് മകള് ജനിച്ച സമയത്ത് ഞാൻ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. വിവാഹ സമയത്തൊക്കെ ഞാൻ വാസുവിനെ കണ്ടിട്ട് വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ ആദ്യം എഴുതിയ സ്ക്രിപ്റ്റ്, ഞാൻ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം അത് വായിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചെന്ന് വാസുവേട്ടൻ. അത് ഞാൻ കോളേജ് പഠിക്കുമ്പോഴായിരുന്നു, ഡിഗ്രിക്ക് ഫൈനൽ പഠിക്കുമ്പം അന്ന്
ഞാൻ ശരിക്കും സിനിമയുടെ ഒരു ലെവലിൽ ഒരു ഭയങ്കരമായ ആഗ്രഹം വന്നപ്പോൾ ഒരു കഥ എൻ്റെ മനസ്സിൽ വന്നപ്പോഴേ ഇന്നത്തെ NFDC ഉണ്ടല്ലോ, ഇന്നത്തെ NFDCക്ക് മുൻപ് FFC എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു, ഫിലിം ഫിനാൻസ് കോർപ്പറേഷൻ. അന്ന് സെൻട്രൽ ഗവൺമെൻറ് ഒരു ഇതായിരുന്നു. പിന്നീടാണ് NFDC വന്നത്. ഫിലിം ഫിനാൻസ് കോർപ്പറേഷൻ്റെ പരസ്യം കണ്ടു, കഥകൾ സ്ക്രിപ്റ്റ് അയച്ചു തന്നാൽ നല്ല സ്ക്രിപ്റ്റ് കമ്മിറ്റി സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ പ്രൊഡക്ഷനുള്ള പണം അവർ ഇറക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു ഫണ്ട്. എനിക്ക് എക്സാക്റ്റ് ആയിട്ട് ഇങ്ങനെയാണത് വന്നത്, ഏതാണ്ടൊക്കെ വന്നത്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി ഒരു പടം പ്രൊഡ്യൂസ് വെച്ചാൽ ഉണ്ടാക്കാൻ. പൈസയൊന്നും കയ്യിലല്ല, എന്നെ FFC തരുമല്ലോ, സ്ക്രിപ്റ്റ് എഴുതണം. അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ സ്ക്രിപ്റ്റ് എഴുതുന്നത്. ഇത് ഞാൻ വാസുവിനോട് പറഞ്ഞിരുന്നു. ഇതേപോലെ വീട്ടിന് പോയ സമയത്ത് ഒരു സെക്കൻഡ് 5 മിനിറ്റ് പോലും ഉണ്ടാവില്ല സമയം. പോയിരുന്നു. വാസുവിൻ്റെ ഏറ്റവും വലിയ സംഗതി, വാസുവിനൊന്നും മിണ്ടില്ല. അപ്പോൾ എത്ര നേരം ഒരാൾ മിണ്ടാത്ത ആളുടെ മുമ്പിൽ പോയി ഇരിക്കുക, അപ്പം നമ്മൾ വേഗം ഇറങ്ങും. എനിക്ക് തോന്നുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കും മിണ്ടാണ്ടിരുന്നത്, എനിക്കറിയില്ല. അങ്ങനെ അദ്ദേഹം വായിക്കാം. അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഈ സ്ക്രിപ്റ്റ് ഞാൻ എഴുതി. സൈക്ലോൺ എന്നായിരുന്നു അതിൻ്റെ പേര്, ടൈറ്റിൽ, ഇംഗ്ലീഷ് ടൈറ്റിലാണ് സൈക്ലോൺ. ചുഴലി എന്നാണ് എൻ്റെ പേര്, സൈക്ലോൺ എന്നിട്ട്. അപ്പം അതൊരു മാഷിൻ്റെ കഥയാണ്. അത് ഞാൻ എഴുതി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം വാസുവിന് വായിക്കാൻ കൊടുത്തു. വാസുവിനത് വായിച്ചു എന്നുള്ള എനിക്ക് ഉറപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ വാസുവിന് വായിച്ചിട്ട് തന്നിട്ട് പറഞ്ഞു, അതിൽ 1-2 കണ്ടൻറ്റുകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് വെച്ചാൽ ഇങ്ങനെ ഇഷ്ടപ്പെട്ടിരുന്നു വാസുവിന്. അന്ന് മാതൃഭൂമിയിൽ പോയി ആദ്യമായിട്ട് കണ്ടല്ലോ, അതിനുശേഷം ആ സൗഹൃദം തുടർന്നു പോയിരുന്നു. സൗഹൃദം എന്ന് പറഞ്ഞാൽ പറ്റില്ല, സൗഹൃദം അല്ല അത് വാസുവിൽ. എൻ്റെ എനിക്കെന്തോ അദ്ദേഹത്തിന് കാണുമെന്ന് തോന്നും, ഞാൻ ചെല്ലും. അത് എനിക്ക് കോഴിക്കോടിനായതുകൊണ്ടാവാം. ഞാൻ അങ്ങനെ കാണണം തോന്നി കണ്ട എഡിറ്റേഴ്സിലെ ഒരാളാണ്, ഏറ്റവും പ്രിയപ്പെട്ട എഡിറ്ററാണ് MT വാസുദേവൻ. ഒരിക്കൽ കൊല്ലത്ത് വെച്ചിട്ട് ഏതോ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾ തന്നെ, എനിക്ക് തോന്നുന്നു മാർക്ഡേയുടെ എന്തോ ഫംഗ്ഷനാണോ സംശയമുണ്ട്, അത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ, രാത്രി സമയമാണ്, 8 മണിക്ക് എന്തൊക്കെയോ പറഞ്ഞ് ഇരുന്ന സമയത്ത് എൻ്റെ കൈ എടുത്തിട്ട് അദ്ദേഹം തലയിൽ ഇങ്ങനെ വെച്ചപ്പോഴാണ് അവിടെ സർജറി കഴിഞ്ഞ ഒരു കഥ പറഞ്ഞു അദ്ദേഹം. അപ്പം എനിക്ക് അവിടെ ഒരു കുഴി ഫീൽ ചെയ്തു. അപ്പം ഞാൻ വല്ലാതായി പോയി. അദ്ദേഹം തന്നെ എൻ്റെ കൈയെടുത്തിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു സർജറി നടന്നിരുന്നുകൊണ്ട് തലയിൽ ഇങ്ങനെ തടവിക്കുക ഇങ്ങനെ. അപ്പോൾ ഫീൽ ചെയ്തപ്പോൾ എനിക്ക് വല്ലാതെ എന്തൊക്കെയോ ആയിപ്പോയി. അത് വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ചേർത്ത് പിടിച്ചു. പിന്നീട് കുറേ കഴിഞ്ഞ ശേഷം എനിക്ക് അങ്ങനെ കോണ്ടാക്ട് ചെയ്യാനോ കാണാനോ ഒന്നും സാധിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് സ്റ്റൈലും ഇതൊക്കെ മാറാൻ തുടങ്ങിയല്ലോ. അദ്ദേഹം ഇങ്ങനെ സിനിമ എപ്പോഴും അങ്ങനെ കാണുന്നൊരവസ്ഥ ഉണ്ടായിട്ടില്ല. കഥകൾ അയക്കും. വാസുവേട്ടൻ അവിടെ നിന്ന് മാറുന്നത് വരെ ഞാൻ അയച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോയി കണ്ടിട്ടുണ്ട്. മെരിക്കുന്ന ഹോസ്പിറ്റലിൽ വയ്യാണ്ട് കിടക്കുന്ന സമയത്ത് ഞാൻ പോയിട്ടുണ്ട്. എനിക്കും വയ്യായിക്കുണ്ടെന്ന്. അപ്പം എന്നോട് എൻ്റെ കാര്യങ്ങളാണ് കൂടുതൽ അദ്ദേഹം പറഞ്ഞത് അന്ന് അദ്ദേഹത്തിൻ്റെ ആ സമയത്ത്. പിന്നീട് ജീവിതമൊക്കെ മാറിയ ആ കാലഘട്ടം ഞാൻ കണ്ടിട്ടില്ല. പലപ്പോഴും കാണാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴേക്കൊക്കെ ഇതിനിടയിലൊക്കെ വേറെ ആൾക്കാരൊക്കെ ആ ആംബിയൻസ് മാറുമല്ലോ. അപ്പോൾ ആ ആംബിയൻസ് മാറുമ്പോൾ അവിടെ വരുന്ന പലർക്കും എന്നെ അറിയണമെന്നില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പോകാൻ തോന്നിയിട്ടില്ല. ഞാൻ അവസാനം കണ്ടത് ശ്മശാനത്തിൽ വെച്ചിട്ടാണ്, അത്രയേ ഉള്ളൂ.